ഹായ് കൂട്ടുകാരെ, പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വിവാഹശേഷം നമ്മുടെ വിക്രമും വേദയും ചെറിയ ചെറിയ പിണക്കങ്ങളും ഇണക്കങ്ങളും ആയിട്ട് പഴയതുപോലെ തന്നെ മുൻപോട്ട് പോകുകയാണ് കേട്ടോ. ആ വിവാഹത്തോടു കൂടി നമ്മുടെ വേദയെ സ്നേഹിക്കുകയോ അങ്ങനൊന്നുമില്ല. ഇനി കുറച്ചുകൂടി കഴിഞ്ഞതിന് ശേഷമാണ് അവരുടെ പ്രണയരംഗങ്ങളൊക്കെ കാണിക്കുന്നത്. അതുവരെ ഇതുപോലെ തന്നെ വഴക്കും വയ്യാവിലികളും ഒക്കെ ആയിട്ട് ഇങ്ങനെ മുൻപോട്ട് പോകുമായിരിക്കും കേട്ടോ. ഈ ഒരു സമയത്തായിരിക്കും മുത്തശ്ശി അതായത് അച്ചമ്മ വരികയാണ്. അച്ചമ്മ വന്ന് കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് മോളെന്ന് ചോദിക്കുമ്പോൾ ഒന്നിനും ഒരു മാറ്റവും ഇല്ല, എല്ലാം പഴയതുപോലെ തന്നെ. വിക്രമിനെ എങ്ങനെ നന്നാക്കി എടുക്കുന്നു എനിക്ക് ഒരു ഐഡിയ ഇല്ല എൻ്റെ മുത്തശ്ശി എന്നൊക്കെ പറയാൻ കേട്ടോ. ഞാനും ചൊല്ലിട്ടു, ഇനിയിപ്പോൾ അവൻ എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ. പക്ഷേ നീ ഒരു കാര്യം അറിഞ്ഞോ, എന്തായാലും അവൻ മാറും, അവൻ്റെ മനസ്സ് മാറിയിരിക്കും. അത് ഈ മുത്തശ്ശിക്ക് ഉറപ്പാണ്. കാരണം അവൻ എൻ്റെ ചെറുമകനാണ്, എനിക്കറിയാം അവൻ എത്രത്തോളം ആകുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അവൻ്റെ മനസ്സും എല്ലാം എനിക്ക് നന്നായിട്ടറിയാം. അവന് കുറച്ച് സമയം വേണം, കുറച്ച് സാവകാശം വേണം, നീ അത് മാത്രം കൊടുത്താൽ മതി എന്നൊക്കെ പറയാൻ കേട്ടോ. ഈ സമയത്ത് വേദ പറയുന്നത്, അതെന്താ അച്ഛമ്മ അങ്ങനെ പറഞ്ഞത്? ഇത്രയും നാൾ ഞാൻ ക്ഷമിച്ചില്ലേ, ഇനിയും ഞാൻ ക്ഷമിക്കും. വിക്രമിൻ്റെ സ്വഭാവമൊക്കെ മാറി പഴയ വിക്രമാകും. ഇവിടുത്തെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ ഏറെ പ്രിയപ്പെട്ടതായിരുന്ന ആ പഴയ വിക്രമില്ലേ, ആ വിക്രത്തെ ഞാൻ തിരിച്ചു കൊണ്ടുവരിക തന്നെ ചെയ്യും എന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ കുശലാന്വേഷണങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പാചകമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് വിക്രം പുറത്തേക്ക് ഇറങ്ങാൻ കേട്ടോ. അപ്പോൾ അച്ഛമ്മ പറയുന്നുണ്ട്, നീ ഇവിടെ പോവുക, ഞാൻ പുറത്തോട്ട് വരാം. എന്താ അച്ഛമ്മേ? അല്ല, ഇന്ന് നിങ്ങൾ രണ്ടുപേരുടെ അമ്പലത്തിൽ പോയിക്കൂടെ? ഇന്നൊരു നല്ലൊരു ദിവസമാണ്. അല്ല, ഇന്ന് വേദയുടെ പിറന്നാളാണ്. പിറന്നാളോ? അതിനിപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? അവളോട് അമ്മയും കൂട്ടി പോകാൻ പറ, അല്ലെങ്കിൽ ശ്രീജേട്ടത്തിയുടെ ഒപ്പം പോകാൻ പറ. ഇവിടെ ഭർത്താവെന്ന് പറഞ്ഞ ഒരുത്തൻ മല പോലെ ഇവിടെ നിൽക്കുമ്പോൾ അമ്മേനെയും ശ്രീജേട്ടത്തിനെ ഒന്നും കൂട്ടിക്കൊണ്ട് പോകേണ്ട കാര്യമൊന്നും അവയ്ക്കില്ല. അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരുടെ പോയിട്ട് പോവാ. അത് പിന്നെ അച്ഛമ്മേ, എനിക്കിന്ന് വർക്ക്ഷോപ്പിൽ കുറച്ച് ജോലികളുണ്ട്. എന്ത് ജോലി? വാങ്ങി നോക്കിയിരിക്കല്ലോ. നിന്നോട് പറഞ്ഞത് അങ്ങോട്ട് ചെയ്യും. ഇന്നൊരു ദിവസത്തെ കേസല്ലേ ഉള്ളൂ, നീ അവളെയും കൂട്ടി ഒന്ന് പോവും എന്നൊക്കെ പറയാൻ കേട്ടോ. അതിനുശേഷം വേദ കുളിച്ച് ഒരുങ്ങിയൊക്കെ വരികയാണ്. അങ്ങനെ സെറ്റ് സാരിയൊക്കെ എടുത്തിട്ടുണ്ടായിരിക്കുക. ഇപ്പോൾ വേദനെ കണ്ടിട്ട്, നീ അമ്പലത്തേക്ക് തന്നെയല്ലേ അമ്പലത്തിൽ പോകുന്നൊരു സെറ്റ് സാരി ഉടുക്കുന്നത് വിക്രു കണ്ടിട്ടില്ലായിരിക്കും അല്ലേ? അതിന് പുറം ലോകമായിട്ട് എന്തെങ്കിലും ഒരു ബന്ധം വേണം, അല്ലാതെ ശ്രീനിവാസിൻ്റെ കീഴിൽ എപ്പോഴും നിന്നാൽ മാത്രം പോരാ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് കളിയാക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഇരുവരും ബൈക്കിൽ ഇങ്ങനെ പോകുമായിരിക്കും. അങ്ങനെ അമ്പലത്തിലേക്ക് പോകും വഴിയാണെങ്കിലും ഒരുപാട് കടകളൊക്കെ കാണുകയും, അതായത് വഴിയോരങ്ങളിൽ ഇട്ട് വിൽക്കുന്ന കടകളൊക്കെ ഒരുപാടുണ്ടല്ലോ. ആ കടകളൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് വേദ പറയുന്നുണ്ട്, നല്ലൊരു പിറന്നാളാണ്, ഒരു സമ്മാനം പോലും തരാൻ എനിക്കാരുമില്ല. പണ്ടൊക്കെ വീട്ടിലായിരുന്നപ്പോഴത്തേക്കും എത്ര സമ്മാനങ്ങളായിരുന്നു, സമ്മാനങ്ങൾ കൊണ്ട് മൂടുമായിരുന്നു. ഇപ്പോൾ ഇതേ കടകളെല്ലാം എന്നെ നോക്കി ചിരിക്കുന്നു. എന്നാലേ നീ ഇവിടെ ഇറങ്ങിക്കോ, ഇവിടെ ഇറങ്ങിയിട്ട് കടകളെല്ലാം നോക്കി നീ ഒന്ന് ചിരിച്ചിട്ട് വാ. പിന്നെ സമ്മാനങ്ങൾ തരുന്നിടത്തോട്ട് തിരിച്ചു പോകാൻ പറഞ്ഞിരുന്നല്ലോ, അപ്പോൾ നിനക്കല്ലായിരുന്നു നിർബന്ധം. അതുകൊണ്ട് ഇപ്പം നിൻ്റെ ആഗ്രഹമൊന്നും നടക്കാൻ പോകുന്നില്ല എന്നൊക്കെ പറയാൻ കേട്ടോ. ശേഷം ഇവർ അമ്പലത്തിലേക്ക് ചെല്ലുകയാണ്. അങ്ങനെ അമ്പലത്തിൽ ചെന്നതിന് ശേഷം വേദയോട്, നീ അകത്തേക്ക് പോയിക്കോ, ഞാൻ പറഞ്ഞില്ല. അമ്പലത്തിൻ്റെ പടിവാതിൽ വരെ വന്നിട്ട് ഭഗവാനെ കാണാതെ പോകുന്നത് മോശമല്ലേ വിക്രു? അതുകൊണ്ട് വിക്രമിങ്ങി വാ. ഞാൻ പറഞ്ഞില്ല എന്ന് പറഞ്ഞാൽ വരുന്നില്ല. അച്ഛമ്മ പറഞ്ഞതുകൊണ്ട് മാത്രം നിന്നെയും കൊണ്ട് വന്നു എന്നേ ഉള്ളൂ. നമ്മൾ തിരിച്ച് ബൈക്കിലേക്കാണ് പോകേണ്ടത്. ഇപ്പോൾ ദൈവത്തെ കോപപ്പെടുത്തിയാൽ തിരികെ പോകുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചേക്കാം എന്നൊക്കെ പറയാൻ കേട്ടോ. മനുഷ്യനെ പേടിപ്പിക്കില്ല കേട്ടോ, നീ കയറ്, ഞാൻ വന്നോളാം എന്ന് പറഞ്ഞിട്ട് അങ്ങ് കയറുകയാണേ. അങ്ങനെ ഇവർ അമ്പലത്തിനുള്ളിൽ കയറുകയാണ്. അങ്ങനെ വേദയും നന്നായിട്ട് മനസ്സൊരുക്കി പ്രാർത്ഥിക്കുന്നൊക്കെ ഉണ്ട്. വിക്രമിൻ്റെ ഈ സ്വഭാവമൊക്കെ ഒന്ന് മാറി നല്ലൊരു മനുഷ്യനായി തിരികെ വരാനും, വിക്രം എല്ലാം, അതായത് ഗുണ്ടായിസും അങ്ങനെ എല്ലാ പരിപാടികളും വിട്ട് നല്ലൊരു ജോലിയിലേക്കൊക്കെ പ്രവേശിക്കാനും ഒക്കെ വേദ ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. വിക്രമാണെങ്കിലും കണ്ണടച്ച് മനസ്സൊരുക്കി തന്നെ എന്തൊക്കെയോ പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. ശേഷം കാണിക്കുന്നത് പൂജാരി വരികയാണ്, പ്രസാദം കൊണ്ട് വരികയാണ്. എന്നിട്ട് നമ്മുടെ വേദയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. എന്നിട്ട് വേദയോട് പറയുന്നുണ്ട്, എല്ലാം ശരിയാകും, നിൻ്റെ മനസ്സിൻ്റെ നന്മ പോലെ തന്നെ നിൻ്റെ ജീവിതവും വരും. കുറച്ച് തടസ്സങ്ങളൊക്കെ മുൻപിൽ കാണുന്നുണ്ട്, പക്ഷെ അതെല്ലാം മാറി നീ ആഗ്രഹിച്ചതിനേക്കാൾ മികച്ചൊരു ജീവിതം നിനക്ക് ലഭിക്കും. നീ ആഗ്രഹിച്ചതെല്ലാം നിനക്ക് നേടാൻ സാധിക്കും എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. ശേഷം നമ്മുടെ വിക്രമിനോട് പറയുന്നുണ്ട്, വിക്രമിൻ്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് പറയുന്നുണ്ട്, കുറിയൊക്കെ കൊടുത്തിട്ട് പറയുന്നുണ്ട്, കുറച്ച് തടസ്സങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ മുൻപോട്ട് പോവുക. ഇപ്പോൾ ശനിദശയാണെന്ന് തന്നെ പറയാം. മനസ്സ് മാറും, എല്ലാം മാറും. തെറ്റിൻ്റെ പാത തിരഞ്ഞെടുക്കുമ്പോൾ അത് അതിലൂടെ തന്നെ പോകുമെന്ന്
പോകുമെന്നും അതിലൂടെ തീരുമെന്നും വിശ്വസിക്കേണ്ട. തെറ്റിൻ്റെ പാതയിലൂടെ സഞ്ചരിക്കേണ്ട സമയമൊക്കെ കഴിഞ്ഞു. ഇനി നല്ല പാതയിലൂടെ സഞ്ചരിക്കേണ്ട സമയമാണ്. ഈശ്വരൻ എല്ലാം നല്ലതാക്കി തരും. പിന്നെ ഈശ്വരൻ കനിഞ്ഞ് അനുഗ്രഹിച്ച് തനിക്കൊരു സമ്മാനം തന്നിട്ടുണ്ട്. താൻ അതിൻ്റെ മഹിമയൊന്നും തിരിച്ചറിയുന്നില്ല. തൻ്റെ ജീവിതത്തിന് മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് ഭഗവാൻ കനിഞ്ഞു തന്ന ആ നിധിയെ താൻ കാത്തു സൂക്ഷിക്കണം, ഒരിക്കലും വേദനിപ്പിക്കരുത് എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ ഇതൊക്കെ വേദനയെക്കുറിച്ചാണെന്ന് വിക്രമന് മനസ്സിലാകുകയാണ്. തൻ്റെ ജീവിതത്തിന് സുഗന്ധം പകരാൻ വേണ്ടിയിട്ട് വന്നവളാണ്. അങ്ങനെ കുറേ നല്ല കാര്യങ്ങളൊക്കെ വേദയെക്കുറിച്ച് പറയാണ്. ഇതെല്ലാം കേട്ടിട്ട് ഒരുപാട് എന്താ ഇങ്ങനെ മനസ്സിലൊന്ന് ചിന്തിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ വേദനെക്കുറിച്ച്. കാരണം വേദ തൻ്റെ എല്ലാം ആണെന്ന് മനസ്സിലാക്കുന്ന ആ ഒരു സമയമാണ് കേട്ടോ. എന്നിട്ട് വേദ തൻ്റെ ജീവിതത്തിലേക്ക് ഒരിക്കലും മോശമായിട്ട് വന്നതല്ല എന്നും തൻ്റെ ജീവിതത്തെ വൃഷ്ടിപ്പെടുത്താൻ വേണ്ടി വന്നവളാണെന്നും ഒക്കെ മനസ്സിലാക്കുകയാണ് ആ തിരുമേനിയുടെ വാക്കുകളിലൂടെ. അങ്ങനെ തിരിച്ച് അമ്പലത്തിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തേനും വേദ പറഞ്ഞിട്ട്, ദേ വിക്രു, ദേ തിരുമേനി പറഞ്ഞത് കേട്ടോ, ഞാൻ എൻ്റെ ഭാഗ്യമാണെന്ന്, ഞാൻ ഭാഗ്യം കൊണ്ട് വന്നതാണെന്ന്. തിരുമേനിക്ക് തെറ്റ് പറ്റിയതാ, ഭാഗ്യം കൊണ്ട് വന്നതല്ല, എൻ്റെ ഭാഗ്യമല്ല എടുത്തുകൊണ്ട് പോകാൻ വേണ്ടി എൻ്റെ തലയിൽ കയറി വന്ന ശനിയാണെന്ന് എന്നൊക്കെ പറയാൻ കേട്ടോ. ശേഷമാണെങ്കിൽ നമ്മുടെ വിക്രമാണെങ്കിൽ അവിടെ ഇങ്ങനെ കുറച്ച് കടകളിലേക്ക് ഇങ്ങനെ നോക്കിയിട്ട്, നീ ഇവിടെ നിൽക്കുക, ഞാനിപ്പോൾ വരാം എന്ന് പറഞ്ഞിട്ട് അവിടേക്ക് ചെല്ലാൻ കേട്ടോ. എന്നിട്ട് വേദയ്ക്ക് നല്ലൊരു മാല വാങ്ങിച്ചു കൊടുക്കാൻ കേട്ടോ. എന്നിട്ട് മാല വാങ്ങിച്ച് കയ്യിൽ കൊടുത്തിട്ട് പറയുന്നുണ്ട്, ഇനി പിറന്നാൾ സമ്മാനം ഒന്നും തന്നില്ല എന്ന് വേണ്ട, എന്നാ ഇതിരിക്കട്ടെ, എന്തായാലും കൂടെ വന്നതല്ലേ എന്ന് പറഞ്ഞ് കൊടുക്കാൻ കേട്ടോ. വേദയ്ക്ക് ഒരുപാട് സന്തോഷമാകാണ്, വേദയുടെ മനസ്സ് നിറയാൻ കേട്ടോ. അങ്ങനെ വീട്ടിലേക്ക് തിരികെ ചെല്ലുമ്പോൾ വേദ ഈ സമ്മാനം എല്ലാവരെയും കാണിക്കുന്നുണ്ട്. ഉടനെ അച്ഛമ്മ പറയുന്നുണ്ട്, കണ്ടോ ഞാൻ പറഞ്ഞതിന് മാറ്റം കണ്ടോ, ഇങ്ങനെ പതിയെ അവൻ മാറും, നിന്നെ മാറ്റിയെടുക്കണം, നീ വിചാരിച്ചാൽ എന്തും നടക്കും. അതേ പെണ്ണിന് എല്ലാ കഴിവും ഈശ്വരൻ കൊടുത്തിട്ടുണ്ട്, നിനക്കറിയാമല്ലോ, ഞാൻ പറഞ്ഞു തരണ്ടല്ലോ ഇപ്പോഴത്തെ കാലത്തെ പെൺകുട്ടികളോട് എന്നൊക്കെ പറഞ്ഞ് അച്ഛമ്മ ഉപദേശിക്കുമ്പോൾ നമ്മുടെ നന്ദിനി പറയുന്നുണ്ട്, അയ്യേ ഈ തള്ള ഇത് എന്തൊക്കെയാണ് പറയുന്നത്, എന്താ നീ പറഞ്ഞേ, അല്ല ഈ അച്ഛമ്മ ഈ എന്തൊക്കെയാണ് പറയുന്നതെന്ന് ഞാൻ പെട്ടെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ആയിപ്പോയതാ. നിനക്ക് ഇച്ചിരി പെട്ടെന്ന് പറച്ചിൽ ഇച്ചിരി കൂടുന്നുണ്ട്. അതേ പെണ്ണെ വിളച്ചിൽ എൻ്റെ എടുക്കലെടുക്കില്ല കേട്ടോ, എൻ്റെ കൊച്ചുമകനെയും ചെറുമകളും അവൻ്റെ ഭാര്യനെയും ഒന്നിപ്പിക്കുന്നത് എൻ്റെ ഒരു കടമ, അതിനു വേണ്ടി ഞാൻ എന്ത് കളിയും കളിക്കും എന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ പിന്നീട് രാത്രിയിൽ ഇങ്ങനെ ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മുടെ വേദയാണെങ്കിൽ ആ മാല ഇങ്ങനെ കഴുത്തിൽ അണിയാൻ കേട്ടോ. എന്നിട്ട് ഇങ്ങനെ കണ്ണാടിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നോക്കുകയാണ്. അങ്ങനെ കണ്ണാടിയിൽ ഇങ്ങനെ വെച്ച് തൻ്റെ സൗന്ദര്യം ആസ്വദിക്കുകയാണ്. അതിങ്ങനെ വിക്രമൻ കണ്ടിട്ട് വിക്രമന് ചെറിയൊരു നാണമൊക്കെ വരുന്നുണ്ട്. എന്നിട്ട് പെട്ടെന്ന് വേദയോട് ദേഷ്യപ്പെടുകയാണ്, നിനക്കെന്താ കണ്ണാടി നോക്കിയിട്ട് മതിയാവുന്നില്ല, നീ ആരെ കാണിക്കാൻ ഈ ഷോ കാണിക്കുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. ഈ സമയത്ത് വേദ പറഞ്ഞിട്ട്, അല്ല എൻ്റെ ഭർത്താവ് ആദ്യമായിട്ട് എനിക്ക് തന്ന സമ്മാനമാണ്, അപ്പോൾ അതിനൊരു ഭംഗി കൂടും, അത് ഇട്ടപ്പോൾ എൻ്റെ മുഖത്തെ ഭംഗി കണ്ടോ, നിങ്ങൾ കാണുന്നില്ലേ ഈ ഭംഗി എന്നൊക്കെ ഇങ്ങനെ ചോദിച്ച് വിക്രമിനെ ഇങ്ങനെ ദേഷ്യം പിടിപ്പിക്കാൻ കേട്ടോ. ഈ സമയത്ത് വിക്രം പറയുന്നുണ്ട്, എനിക്ക് കിടക്കണം, ആ ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്യുമോ എന്ന് ചോദിക്കുകയാണ്. ലൈറ്റൊക്കെ ഓഫ് ചെയ്യാം, എൻ്റെ സൗന്ദര്യം ഒന്നും കൂടി ഒന്ന് ആസ്വദിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വേദ ഇങ്ങനെ കണ്ണാടിയിൽ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ശേഷം വേദ വന്ന് ഇനിയിപ്പോൾ ഞാൻ വിക്രുവിൻ്റെ ഉറക്കം കളയുന്നില്ല എന്ന് വന്ന് കിടക്കുകയാണ്. അങ്ങനെ കിടക്കുമ്പോഴത്തേനും വിക്രമിനെ തന്നെ നോക്കുകയാണ്. നിന്നോടല്ലേ പറഞ്ഞ ലൈറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടി, നീ എന്തിനാ എന്നെ നോക്കുന്നത്, ഒന്നുമില്ല, കാണാൻ നല്ല മൊഞ്ചുണ്ടല്ലോ അതുകൊണ്ട് നോക്കി പോയതാണ് എന്ന് പറഞ്ഞിട്ട് വേദ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് അങ്ങനെ കിടക്കാൻ കേട്ടോ. എന്നിട്ട് വേദ ഇങ്ങനെ മനസ്സിൽ പ്രാർത്ഥിക്കാൻ കേട്ടോ, എൻ്റെ ഈശ്വര കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ട്, എന്നാലും എൻ്റെ ഈ കണ്ണീരൊന്ന് ഒഴിയണേ, എൻ്റെ ജീവിതം നീ നല്ലതാക്കി തരണേ എന്നൊക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ കേട്ടോ. സന്തോഷകരമായ ഒരു കുടുംബജീവിതം നീ എനിക്ക് തരണേ, വിക്രമിൻ്റെ എല്ലാ സ്വഭാവങ്ങളും മാറ്റി വിക്രം തൻ്റെ കുടുംബത്തിലെ പ്രിയപ്പെട്ടവനായി മാറണേ, അതിനുള്ള എല്ലാ തടസ്സങ്ങളും നീ മാറ്റി തരണേ എന്നൊക്കെ പറഞ്ഞ വേദ പ്രാർത്ഥിക്കാൻ കേട്ടോ.